പ്രിയമുള്ളവരെ, വചനജ്വാല 1013 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 9 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഞായറാഴ്ച ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 9ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ യൂതിത്തിന്റെ പുസ്തകം 7ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ബെത്തൂലിയ ഉപരോധിക്കുന്നു. അടുത്ത ദിവസം ഹോളോഫർണസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബുത്തിലിയായ്ക്ക് എതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലിനോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ട് മുന്നേറി. 1,70,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ വലിയ ഒരു സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബെത്തൂലിയായ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോദാനിൽ ബാൽബായും വരെ വീതിയിലും ബെത്തൂലിയ മുതൽ എസ്രായേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വലിയ സൈന്യത്തെ കണ്ട് ഇസ്രായേല്യർ ഭയവിഹുലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധമെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2ാം ദിവസം ഹോളോഫർണസ് ബെത്തൂലിയായിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തന്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഏസാവിന്റെ സന്തതികളുടെ നേതാക്കന്മാരും മോവാബിയുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടേണ്ടതിരിക്കേണ്ടതിന് ഈ വാക്കു ശ്രവിച്ചാലും ഇസ്രായേൽ ജനം ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളിലെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. നമുക്കിന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വേദപാരംഗതനായ വിശുദ്ധ എഫ്രേമിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ്. കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണയുമായാണ് വിശുദ്ധ എഫ്രേം അറിയപ്പെടുക. 18ാം വയസ്സിലാണ് സ്നാനം. കുറെ നാൾ സ്വദേശത്ത് ഉപദേഷ്ടാവായി ജോലി ചെയ്തു. മതമർദ്ദനം ഭയന്ന് ഏതേസിയയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് 6ാം പട്ടം സ്വീകരിച്ചെങ്കിലും എളിമ മൂലം പൗരോഹിത്യം സ്വീകരിച്ചില്ല. പിന്നീട് മെത്രാഭിഷേകത്തിന് ക്ഷണമുണ്ടായപ്പോൾ ഭ്രാന്ത് അഭിനയിച്ചാണ് ഒഴിഞ്ഞുമാറിയത്. ഡീക്കൻ എഫ്രേം ഉപവാസം, ദീർഘനേരം പ്രാർത്ഥന, നിലത്ത് കിടന്നു ഉറക്കം, ഇതായിരുന്നു ജീവിതചര്യകൾ. വിശിഷ്ട ഗ്രന്ഥങ്ങളും കവിതകളും രചിക്കുകയും ആലാപനം ചെയ്യുകയും ചെയ്തിരുന്നു.
അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ വീണ എന്ന പേര് ലഭിച്ചത്. വാർദ്ധക്യം വരെ എഴുത്തും പാടലും തുടർന്നു. 72-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വേദപാരംഗതനായ വിശുദ്ധ എഫ്രേമിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നമ്മളുടെ ദിനചര്യകളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാം.